നമസ്കാരം. എല്ലാവർക്കും ഷാ വിഷൻ്റെയും മൊയ്തീൻ ഷായുടെയും അനുമോദനങ്ങളും അഭിനന്ദനങ്ങളും. ബഹുമാന്യരെ, മഴക്കാലം വരാൻ ഇനി മാസങ്ങളുണ്ട്. വേനൽ വർദ്ധിച്ചു വരാണ്. കുളങ്ങളും ജലാശയങ്ങൾക്ക് പറ്റി മീൻ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അത് എല്ലാ കൊല്ലവും അങ്ങനെ ഉള്ളതാണ്, ഇക്കൊല്ലവും ഉണ്ട്. ഇപ്പോൾ ഓച്ചിറയിൽ ഒരു കുളം പറ്റിച്ച് മീൻ പിടിച്ചുകൊണ്ടിരിക്കെ ഒരു വിഡ്ഢിയായ മനുഷ്യൻ, അവൻ്റെ പേര് മുസ്ലിം എന്നാണ്, അല്ല മുസ്ലിം പേരാണ്. മുസ്ലിം ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സൂക്ഷ്മത പാലിക്കുക എന്നുള്ള ഈമാൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. സൂക്ഷ്മത്തിന് സുരക്ഷിതത്വം, സൂക്ഷ്മമായ രീതിയിൽ നിരീക്ഷിച്ച് നമ്മുടെ ജീവൻ നൽകും. പുള്ളി മീൻ പിടിച്ചുകൊണ്ടിരിക്കുക അതഭാഗ്യ മനുഷ്യൻ ഒരെണ്ണം വായിൽ കടിച്ചു പിടിച്ചോണ്ട് മറ്റേ പിടിച്ചു. മീനെന്ന് ചെറുതാൻ നല്ല ശക്തി തെന്നി അകത്തേക്ക് പോയി ആൾ മരിച്ചുപോയി. ഇത് പണ്ടും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മീൻ പിടിക്കാൻ പോകുന്നതൊക്കെ ഒരു ഹരമാണ്, ചിലർക്ക് നല്ലൊരു ഒരു ഹോബി കൂടിയാണ്. അപ്പോൾ ജീവനാണ് ഏറ്റവും വലുതെന്ന് മനസ്സിലാക്കുക. അതാണ് കാര്യം. അന്ന് കൊച്ചിയിൽ വീണ്ടും ആന എടിഞ്ഞ് പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലേറ്റസ്റ്റ് വാർത്തയാണ്. എന്താണ് നമ്മുടെ മനുഷ്യർ, നമ്മുടെ അമ്പലങ്ങളും പള്ളികളും ചർച്ചുകളൊക്കെ മനുഷ്യന്മാരല്ലേ നിയന്ത്രിക്കുന്നത്? അത് മൃഗങ്ങൾക്ക് കഷ്ടപ്പെട്ട് ഒരു 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 വസ്തുക്കൾ, ഒരു ജീവികളാണോ? കൊടും ചൂടാണ്. ചൂട് സഹിക്കാൻ പറ്റില്ല, മനുഷ്യർക്ക് പോലും പറ്റില്ല. അപ്പോൾ ആനക്കാണെങ്കിൽ കൂടുതൽ അസ്വസ്ഥ ഉണ്ടാകും, മതപ്പാടുണ്ടാവും, പലതും ഉണ്ടാവും. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ആന എഴുന്നള്ളിച്ച് ദൈവപ്രീതി സമ്പാദിക്കില്ലേ? പാലക്കാട് അമ്പലത്തിൽ തീരുമാനമെടുത്തോലെ നിങ്ങൾ തീരുമാനമെടുക്കുക, ആനയില്ലാതെ എഴുന്നള്ളത്ത് നടത്ത്. അമ്പലം മാത്രമല്ല, മുസ്ലിം പള്ളികളിലും ചർച്ചിലധികം ആനയും കാണുന്നില്ല. ജീവൻ രക്ഷിക്കുക. ഇപ്പം എന്തൊക്കെയാവും അറിയില്ല, ലേറ്റസ്റ്റ് തുടങ്ങി വാർത്ത കണ്ടിട്ടുള്ളൂ. അത് ചെയ്യ്. മറ്റൊന്ന് UDF പറയുന്നത്, ഈ BDJS എന്ന സംഘടന ഉണ്ടല്ലോ, BDJS ഇവിടെ SRPക്ക് 2 മന്ത്രി വരെയൊക്കെ ഉണ്ടായിട്ട്, 2-3 MLA ആ പാർട്ടിയുടെ വകഭേദമാണല്ലോ BDJS എന്നുണ്ട്. അത് വെള്ളാപ്പള്ളിയുടെ കെയർ ഓഫിലാണെന്നെങ്കിലും വെള്ളാപ്പള്ളി മറ്റേ തുഷാർ വെള്ളാപ്പള്ളിയിലെ അതിൻ്റെ ആള്. അപ്പോൾ ആ തുഷാർ വെള്ളാപ്പള്ളി കണ്ട ഒരു പാർട്ടി ഉണ്ടാക്കിപ്പോയി. എന്തുകൊണ്ട് നിങ്ങൾ UDF എടുത്തില്ല? അന്ന് UDF എടുക്കാത്തതിന് കാരണം, അന്ന് VM സുധീരനാണ് അവിടെ വയ്ക്കിയത്. നിങ്ങളിപ്പോൾ പൊക്കി പറഞ്ഞ സുധീരനാണ്. സുധീരൻ്റെ ഈ മന്ദമായ പോളിസി നാശത്തിലേക്ക് എത്തിക്കും. LDF എടുക്കാതെ കാരണം അച്യുതാനന്ദൻ സമ്മതിച്ചു. 2 ചോമരാണ്, അത് സമ്മതിച്ചില്ല. ഇപ്പോഴെങ്കിലും UDF എടുക്കാൻ വേണ്ടത്. ഇപ്പോൾ അവർ ലോക്സഭ സീറ്റ് അല്ല രാജ്യസഭ സീറ്റ് കൊടുത്ത് വീട് ഉറപ്പിക്കാൻ പോകണം. മരമണ്ട UDF, മരമണ്ട സുധീര. ഞാൻ പറഞ്ഞോ, UDF BJP ഉറപ്പിക്കാൻ പോണത്. നിങ്ങളത് ഈ ഈഴവനായതുകൊണ്ട്, ഈ സുധീരന് ഈഴവനായത് നിങ്ങളെന്താണ് ഈ വൈരാഗ്യ ബുദ്ധി കാണുന്നത്? ഇവിടെ ദേശീയത കാണണം. നമ്മൾ മൊത്തം നോക്കാണ്. ജാതി താല്പര്യമില്ല. ഒരു കാക്ക വന്ന മറ്റു കാക്കക്ക് ഇഷ്ടമല്ല, ഒരു മാപ്പിള മറ്റു മാപ്പിളക്ക് ഇഷ്ടമല്ല, ഒരു ചോൻ വന്ന മറ്റു ചോന് ഇഷ്ടമല്ല, ഒരു നായർ വന്ന മറ്റു ചായക്ക് ഇഷ്ടമല്ല. അതൊക്കെ വീട്ടിൽ പൊതുസമൂഹത്തിനും പറ്റില്ല. ഇവിടെ മൊത്തത്തിൽ നോക്കണം. അവിടെ അടിസ്ഥാനം നോക്കുന്നത് നമ്മുടെ പ്രസ്ഥാനത്തെ വളർച്ചയാണ്. എങ്ങനെ ഈ LDF ഗവൺമെൻറ് താഴെ ഇറക്കാന്നുള്ള, അതിൽ ജാതി മതം ഒന്നും അവിടെ പ്രശ്നമല്ല. നിങ്ങൾ അന്ധമായി ജാതിയും കുടുംബമൊക്കെ മാറ്റി വയ്ക്കുക. ആ സൂതീരൻ 70,000 മാത്രമാണ് സൂതീരൻ തീർത്തത്. ഒരു ചോന ഉള്ളപ്പോൾ മറ്റു ചോൻ വരണ്ടെന്ന്. ഇതാണോ സുധീര? നിങ്ങളൊക്കെയാണോ വലിയ മഹാൻ? ഭരണമെങ്കിൽ പിടിച്ചെടുക്കാൻ നോക്കുന്ന സമയത്ത് അതല്ല, നിങ്ങളുടെ അന്ധമായ പോളിസിയും ഈ നശിച്ച ആദർശവാദം. ഒരു അന്തോണി ആദർശവാദം കാണിച്ച് 40 കൊല്ലം നടത്തി. കോൺഗ്രസ് അതിന് പരുവത്തിലാക്കി. ഈ കേരളത്തിൽ ആക്കാണ് സുധീര ഉദ്ദേശിക്കുന്നത്. അവർ മറ്റു ആദർശവാദികളാണ്. അച്യുതൻ ഇപ്പം സുഖലായിരിക്കാനുള്ളത്. അങ്ങനെ അല്ലെങ്കിൽ LDF എടുത്തുപോനെ, പിണറായി നിങ്ങൾ എന്തൊക്കെ കുറ്റപോലെ അങ്ങനെ കാര്യത്തൊക്കെ പിണറായിക്ക് അധിക വിഷയമുണ്ട്. മറ്റു പല പോരായി കണ്ടില്ലോ. അത് ചെയ്യില്ല. UDF പട്ട് എടുക്കട്ടല്ലേ? ആ വിഷയത്തെ പിന്നീട് വരാം, ഞാൻ പറയണം. ഇതിപ്പോൾ ഷഹബാസ്, അതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയട്ടെ. ഈ നോമ്പ് കാലമാണ്. KSBയോട് പ്രത്യേകം പറയാനുള്ളത്, മകരിമിൻ്റെ സന്ധ്യ മുതൽ അതിൽ 8-9 മണിക്ക് പല സ്ഥലങ്ങളിലും അശാസ്ത്രീയമായ രീതിയിൽ പവർ കട്ട് ഏർപ്പെടുത്തുന്നു എന്നുള്ള പരാതി വരുന്നുണ്ട്. അത് നിങ്ങൾ ചെയ്ത് നോമ്പായിട്ട് കരുതിക്കൂടി ചെയ്യുന്നതല്ല എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ സമൂഹത്തിൽ ചില ആൾക്കാർ വിചാരിക്കുന്നത് അത് കരുതിക്കൂടി ചെയ്യുന്ന. അപ്പോൾ ആ തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ വേണ്ടി കഴിയുന്നതും നോമ്പ് കാലം കഴിയുന്നവരെങ്കിലും ഈ 6 മുതൽ 10 മണിയുടെ സമയത്ത് കഴിയുന്നതും പവർ കട്ട്, രഹസ്യമായി പവർ കട്ട്, അത് അപ്രഖ്യാപിത പവർ കട്ടൊന്നും വരത്തില്ല എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അതൊക്കെ വലിയ അപകടം ചെയ്യും.
അപ്പോൾ അതുപോലെ എസ് ടി പി ഐ എന്ന മണ്ടന്മാരെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇവിടെ ഭരിക്കുന്ന ആരെടോ? സംഘപരിവാറല്ലേ ഇന്ത്യ ഭരിക്കുന്നത്. നിങ്ങളെന്താ ഒരു കാര്യം പ്രാക്ടിക്കൽ ചിന്തിക്കാത്തത്? ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ആൾക്കാർ തിരികെ കയറ്റും, അവർ ആദർശം മുന്നോട്ട് പോകും. കമ്മ്യൂണിസ്റ്റ് ഭരിക്കും, കമ്മ്യൂണിസ്റ്റ് ആൾ തിരികെ കയറ്റും. അവർ BJP ഭരിക്കുമ്പോൾ സംഘപരിവാർ തിരികെ കയറ്റും. അത് അവർ കുറ്റമായിട്ട് കാര്യമുണ്ടോ? അതാണ് അന്വേഷണം. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ കുറച്ചുകൂടിയൊക്കെ ബുദ്ധിപൂർവ്വം നയവും കാണിക്കണ്ടേ? നിങ്ങൾ സഭയെ കണ്ടുപിടിക്കുക. സഭ എന്താ ചെയ്യുന്നത്? പ്രാക്ടിക്കൽ ചിന്തിക്കണം. ഇന്നിപ്പോൾ അറസ്റ്റ് ചെയ്ത ദേശീയ പ്രസിഡന്റിനെ ഒരു പ്രസംഗം TV കാണിക്കുന്നുണ്ട്. 47 ഞങ്ങൾ ഭരണത്തിൽ കയറും, പിന്നെ അന്ന് ഹിന്ദു സമുദായം ഞങ്ങളുടെ സംരക്ഷണം വേണം, ഞങ്ങളുടെ സഹായത്തിൽ ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞെങ്കിൽ മണ്ട എന്താ നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. STPയുടെയും പോപ്പുലർ ഫ്രണ്ട് ബില്ലോ ഇവിടെ സമരം ചെയ്ത് നിങ്ങൾ മാത്രമാണോ? കേരളത്തിലോ പാർട്ടി സമരം ചെയ്ത് ലക്ഷം രൂപയുടെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ മാത്രം സമരം ചെയ്ത് നഷ്ടപ്പെടുത്തി 6 കോടി വരെ കെട്ടാൻ പറഞ്ഞ് ആ പണം വെക്കാൻ വേണ്ടി ഹവാല കൊണ്ടുവന്ന് കേരളത്തിൽ പറയുന്നത്. നിങ്ങൾക്ക് എന്ത് മുസ്ലിങ്ങളായിട്ടോ നിങ്ങളുടെ മുസ്ലിം പ്രവാചക ഹിക്മത്ത് എന്ന് വെച്ചാൽ തന്ത്രമാണ്, യുക്തിയാണ്, പ്രായോഗിക ബുദ്ധിയാണ്, നയമാണ്. അവിടെ പോയി നിങ്ങൾ നയത്തിൽ നിൽക്കണം. ഒരു മദനി സാഹിബ് ഇപ്പോൾ സുഖം ആ മനുഷ്യൻ പഞ്ചായത്ത് മെമ്പർ ഉണ്ടാക്കാൻ പറ്റുമോ? ഒരു MLA ഉണ്ടാക്കാൻ പറ്റുമോ? എത്ര കൊല്ലം പ്രവർത്തിച്ചു. ഇപ്പോൾ ആൾ സീരിയസ് ആയിട്ട് കിടക്കാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ നിങ്ങൾ തന്ത്രം നയമാണ്. പ്രവാചകൻ അങ്ങനെ പഠിപ്പിച്ചിരിക്കുന്നത്. പ്രവാചകന് ഹെക്മത്തിന് അറിവ് കൊടുത്തത് തന്ത്രം എന്നാണ്, യുക്തി എന്നാണ്, നയം എന്നൊക്കെ അതിലർത്ഥമുണ്ട്. അതിൻ്റെ ആളായിരുന്നു. അതോളം നിങ്ങൾക്കറിയില്ല. ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ മക്കയിൽ അജുൽ അസ്വദ് എന്ന ആ കല്ല് സ്വർഗത്തിൽ കൊണ്ടതാണ് നമ്മുടെ വിശ്വാസം. ആ കല്ല് മാറ്റി സ്ഥാപിക്കേണ്ടി വന്നപ്പോഴേ 4 ഗോത്രങ്ങളവിടെ. 4 ഗോത്രങ്ങൾ ആര് ചെയ്യണം തർക്കം വന്നു. ആ തർക്കം വന്നപ്പോൾ എന്താ ചെയ്തത്? എന്നാൽ ശരി, ഗോത്രം ചെയ്യും എന്നല്ല പ്രവാചകൻ പറഞ്ഞത്. പ്രവാചകൻ്റെ തോളിൽ കിടന്ന ആ മുണ്ട് അത് കൊണ്ട് താഴെ വിരിച്ചിട്ട് അതിനകത്തേക്ക് ഈ കല്ലെടുത്ത് വെച്ച് ഒരു 4 ഗോത്രത്തിൻ്റെ ആൾക്കാരും വിളിച്ച് 4 മൂലൊക്കെ പിടിക്കൂ എന്ന് പറഞ്ഞ് അങ്ങനെ പിടിച്ച് അവിടെ കൊണ്ടുപോയെടുത്ത് ഒരു പണിക്കാരൻ ആൾ കയറ്റി വെച്ചത്. അത് പ്രവാചകൻ കയറ്റി വെച്ചാണ്. പ്രശ്നം തീർന്നില്ലേ? അവിടെ ഒരു യുക്തി. അപ്പോൾ ഞാൻ പോപ്പുലർ ഫ്രണ്ടുകാരെ മണ്ടന്മാരുടെ നിങ്ങൾ ഈ മുസ്ലിം സമുദായത്തിൻ്റെ പേര് ഉപയോഗിക്കില്ല. നാറ്റക്കേസാണ്. നിങ്ങൾ കാണിച്ച ബുദ്ധിയാണോ? ഇവിടെ ഭരിക്കുന്നവരാ. ഞാൻ പറഞ്ഞു, ഇന്ത്യൻ പട്ടാളത്തിന് മുമ്പാണ് നിങ്ങൾ അവസാനം ചെല്ലേണ്ടത്. ഇന്ത്യൻ പട്ടാളം ഇറങ്ങിക്കഴിഞ്ഞാൽ വിജയിച്ചില്ലെങ്കിൽ നമുക്ക് വലിയ മാനഹാനിയാണ്. നമ്മുടെ പട്ടാളമാണ്, ഇന്ത്യൻ പട്ടാളമാണ്. അവർ വിജയിച്ചാൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് കേസാണ് വിജയിച്ചേ വിജയിച്ചിരിക്കണം. അത് നമ്മുടെ ദേശീയതയുടെ അല്ലെങ്കിൽ ദേശഭക്തിയുടെ ഭാഗം കൂടിയാണ്. ഇന്ത്യൻ പട്ടാളം യുദ്ധം ചെയ്ത് തോൽക്കാൻ ജയിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് നല്ല ഇന്ത്യയിൽ ഒരു പാർട്ടിക്കും സാധിക്കാൻ പാടില്ല. അപ്പം നിങ്ങൾ കുറച്ചൊരു മര്യാദ കിട്ടും. നിങ്ങൾ നക്കപ്പിച്ച് അവിടെ ഇവിടെയൊക്കെ വാങ്ങിച്ച് നിങ്ങൾ ആ സമുദായം ചീത്തയാക്കില്ല. അതങ്ങനെ പോയി. നിങ്ങൾ ജനങ്ങൾ എത്രയോ തെറ്റ് ചെയ്ത ആൾക്കാർ വേറെ പ്രസ്ഥാനങ്ങളുണ്ട്. അവരൊക്കെ ഇപ്പോൾ സുഖം വാഴല്ലേ. അപ്പം നിങ്ങളെന്താ മനസ്സിലാക്കാത്തത്? അടിയൊഴുക്ക് മനസ്സിലാക്കണം. അത് മനസ്സിലായില്ലേ? പിന്നീട് ഇപ്പോൾ STP ചെയ്യുന്നത് അവർ വളർന്നുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ്. ഇപ്പോൾ മുസ്ലിം ലീഗാണ് നശിച്ചോടിയത്. മുസ്ലിം ലീഗ് ഇന്ത്യൻ കൂടെ മലപ്പുറം ലീഗായിട്ട് നശിച്ച് നാറാണക്കല്ല് പിടിച്ചോടി. പിന്നൊരു പ്രസ്ഥാനമില്ല. ഇന്ന് വാസ്തവം പറഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു മുസ്ലിം നേതാവിൻ്റെ വളരെ വലിയ ഒരു ഗ്യാപ്പ്, ശൂന്യതയുണ്ട്. അത് തൊപ്പി വെച്ച് താടി വെച്ച് നടന്നാൽ പോരാ. ദേശീയതയുള്ള എന്നാൽ യഥാർത്ഥ മുസ്ലിം വിശ്വാസമുള്ള സഹോദര സമുദായങ്ങളെ സ്നേഹിക്കുന്ന യഥാർത്ഥ മതഭക്തനായ ഒരു മുസ്ലിം ലീഡറിൻ്റെ പോരായ്മ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നമ്മൾ അതെങ്ങനെ നികത്താം എന്നുള്ളത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ STP ഇപ്പോൾ കണ്ടില്ല, നിങ്ങൾ മാത്രം അവിടെ സമരം ചെയ്തിട്ട് എത്ര ആൾക്കാർ സമരം ചെയ്ത് എത്ര കോടി നശിപ്പിച്ചിട്ടുണ്ട്. അവർക്കൊന്നും ശിക്ഷയില്ല, പൈസ കൊടുക്കണ്ട. നിങ്ങൾ മാത്രം ചെയ്ത് പോകണില്ല. അപ്പോൾ നിങ്ങൾ അടിയൊഴുക്ക് മനസ്സിലാക്കില്ല. ഇത് ഓടിപ്പഞ്ഞിപ്പോൾ നടക്കുകയാണ്, നോമ്പ് കാലത്ത് നടക്കുകയാണ്. ഓക്കെ, ഞാൻ ആ വിഷയം നിർത്താണ്, പെട്ടെന്ന് കാര്യം നടക്കുകയാണ്. പിന്നെ ഉള്ളത് ഈ ഷഹബാസിൻ്റെ കൊലപാതകം. ഞങ്ങൾ പറഞ്ഞത് ഇതൊരു മനഃശാസ്ത്ര കൂട്ടായ്മയാണ്, ഇതൊരു ശാസ്ത്രീയ കൂട്ടായ്മയാണ്, ഒരു ഫിലോസഫിക്കൽ കൂട്ടായ്മയാണ്. ഞങ്ങളുടെ ഗ്രൂപ്പ് പറയുന്നത് എന്തുമാത്രം ശരിയെന്ന് അറിയില്ല. ഈ ഷഹബാസ് അവിടെ നമ്പർ 1 ആയത് പടുക്കൽ. നിങ്ങൾക്കറിയോ നിലമ്പൂർ കുഞ്ഞാലിയെ വെടിവെച്ചു വന്നത്?
അന്ന് ആര്യാട് ബോംബെയിൽ ടീമിൽ കോൺഗ്രസ്സാണ് ജയിച്ചതെന്നൊക്കെ വന്നിട്ട് അത് തീർന്നു പോയാൽ അതുപോലെ ആര്യാടിനായിട്ട് CPM സഖ്യം വന്നപ്പോൾ അത് പോയി. മൂവാറ്റും ഇലക്ഷനിൽ ഇസ്മയിൽ തോറ്റപ്പോൾ PC തോമസ് LDF വന്നപ്പോൾ അതും പോയി. അതൊക്കെ രാഷ്ട്രീയമാണ്. അപ്പോൾ ഈ പയ്യൻ പഠിക്കാൻ മിടുക്കാണ്, പഠിക്കാൻ മാത്രമല്ല സാമൂഹ്യ പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ മിടുക്കനാണ്. അപ്പോൾ ഇവന് ഈ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞാൽ ആ സ്കൂളിൽ ഒരു ഏറ്റവും കൂടുതൽ ടോപ്പ് പോസ്റ്റ് കുട്ടി ഇതായിരിക്കും. അപ്പോൾ ഈ കുട്ടി തൊട്ട് താഴെ ഉണ്ടെങ്കിൽ, ഞങ്ങളതൊരു കണക്കൂട്ടിലാണ്, എന്തുമാത്രം ശരിയെന്ന് അറിയില്ല, ഉണ്ടെങ്കിൽ അല്ലാതെ ഒരു പിള്ളേർ തമ്മിൽ വ്യക്തിപരാഗത്തിൻ്റെ പേരിലൊന്നും ഇങ്ങനെയൊന്നും കൊല്ലൂല. അത് നിങ്ങളിപ്പോൾ സാധനത്ത് ഇടിക്കട്ട എന്ന് പറയുന്നത്, ഇടിക്കട്ട നമ്മളിവിടെ പറഞ്ഞത്, ഇടിക്കെട്ട് കടിച്ച ഏത് വലിയവനും ചത്തുപോകും. ആ ഇടിക്കെട്ട് കൊണ്ടുവന്ന് ഈ പയ്യൻ കണ്ണിലടിച്ച് കൊല്ലാൻ മാത്രം വൈരാഗ്യം വരണമെങ്കിൽ ഇതൊരു കൊട്ടേഷനാണ്. ആ പയ്യൻ്റെ അച്ഛനെ വാപ്പ TP വധക്കേസിൽ 1ാം പ്രതിയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ഒക്കെ ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ വാപ്പായും ഈ മോനും ഒക്കെ ചേർന്ന് അത് ടെൻഡർ എടുത്തല്ലേ, കൊട്ടേഷൻ എടുത്തല്ലേ സംശയിക്കണം. അത് പോലീസ് അന്വേഷിക്കണം. എവിടെ അന്വേഷിക്കണം? ഒരു LDFന് അനുഭാവിയാണ്. ഇപ്പോൾ എവിടെ അന്വേഷണം വരും? ഒരു അന്വേഷണം വരാൻ പോകുന്നില്ല. അങ്ങനെ നിഷ്പക്ഷമായി ഏതെങ്കിലും കേരള പോലീസ് ഉണ്ടെങ്കിൽ അവർ തൊട്ട് താഴെയുള്ള നമ്പറുകൾ ഉള്ള കുട്ടി ആരാന്നായിരിക്കും. ആ കുട്ടിയുടെ ഫാദർ വീട്ടുകാർ എന്തെങ്കിലും നിലപാട് എന്തൊക്കെ പറയണം. അത് ബുദ്ധിയുള്ള പോലീസാണെങ്കിൽ അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ബുദ്ധി ഉണ്ടായിട്ട് കാര്യമില്ല, സമ്മതിക്കണ്ടേ. ഞാൻ എൻ്റെ അനുഭവം പറയാം. എൻ്റെ സുഹൃത്തിൻ്റെ മകൻ എറണാകുളം പട്ടണത്തിൽ പ്ലസ് ടുവിന് നല്ല മാർക്കിലാണ്. ആ സ്കൂളിൽ ആദ്യമായിട്ടാണ് പ്ലസ് ടുവിന് എല്ലാ വിഷയങ്ങൾക്കും പ്ലസ് ടുവിന് എല്ലാം ജയിക്കുന്നത്, ഓൾ പാർക്ക് എല്ലാം ജയിക്കുന്നത്. അങ്ങനെ 2 കുട്ടിയാണ്. ഒരു കുട്ടി ഒരു പെൺകുട്ടിയാണ്, ആ പെൺകുട്ടി മറ്റൊരു ആൺകുട്ടിയാണ്. അപ്പോൾ ഈ ആൺകുട്ടി വന്നാൽ അത് നമ്പർ 1 ആകും. അപ്പോൾ പെൺകുട്ടി കിട്ടാൻ വേണ്ടി ആ സ്കൂളിലെ ചില ആൾക്കാരെ കൈമണിയും. അതിൽ അവിടെയുള്ള ഈ സിറ്റിയുള്ള മറ്റൊരു പേരിട്ട കോളേജിന്, ആ കോളേജിൽ അന്ന് ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടാൻ വലിയ പ്രയാസമാണ്. അപ്പോൾ ഈ വരുന്ന കുട്ടി നല്ല മാർക്ക് ജയിച്ചു വന്നാൽ അവിടെ അഡ്മിഷൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒരു സീറ്റ് പോയാൽ 5 ലക്ഷം വരെ പോകുന്നത്. പേരിട്ട കോളേജാണ്, അത്ര പേരിട്ട കോളേജാണ്. അപ്പോൾ അതും ഇവരൊക്കെ ചേർന്നിട്ടല്ല ആ കുട്ടി മാർക്ക് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യുന്നത്? ഒത്തുമൊക്കെ വിളിച്ചാൽ മാർക്ക് കൂട്ടിയിടാം. പക്ഷെ അത് ഈ കുട്ടിയുടെ അച്ഛൻ എന്ന് പറഞ്ഞത്, പിതാവ് എന്ന് പറഞ്ഞത്, അവരാൾ വേദനാണ്. ഇതൊക്കെ മനസ്സിലാക്കട്ടെ. പരീക്ഷ പേപ്പർ ഇടിപ്പിച്ചു എങ്കിലും ആ മാർക്ക് കൂട്ടാൻ നോക്കിയില്ല. രണ്ടാമത് പരീക്ഷയ്ക്ക് എഴുതിയപ്പോൾ എന്തറിയോ, ആദ്യ കുട്ടികൾക്ക് മാർക്ക് കൂടുതൽ കിട്ടി, ആ സ്കൂളിൽ നമ്പർ 1 ആയി. പക്ഷേ അതിപ്പോൾ എപ്പോഴെങ്കിലും റിസൾട്ട് സെക്കൻഡ് ഈ ഇടയ്ക്കുള്ള പരീക്ഷ അതിനുമ്പോൾ മാസം കഴിഞ്ഞ റിസൾട്ട് വന്നപ്പോൾ 1ാമത് കിട്ടിയില്ല, 1ാമത് മറ്റേ കുട്ടി തന്നെ. അപ്പം അങ്ങനെ ചില ദ്രോഹപരമായ കാര്യങ്ങൾ ചില കോളേജിൻ്റെ ചില ശില്പത്തിലും ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവിടെ നമ്മൾ സംഭവിച്ചത് അതാണോ എന്ന് അതുകൂടി ഒന്ന് അന്വേഷിക്കണം. ഇത് അന്വേഷിച്ചാലും ആരെങ്കിലും കറി തേങ്ങ 4 അരച്ചാലും താളല്ലേ കറി എന്ന് പറയുമ്പോൾ, താളെന്ന സാധനമല്ലേ നമ്മുടെ ഈ ചേമ്പിൻ്റേത്, അത് കറി വെച്ചാൽ ടേസ്റ്റ് ഇല്ല. അപ്പോൾ 4 തേങ്ങ അടിച്ചാലും ടേസ്റ്റ് ഉണ്ടാവില്ല. പോലെ ആരന്വേഷിച്ചാലും സർക്കാർ ഭരിക്കുന്ന പിണറായി സർക്കാർ മൗനം നിൽക്കുകയാണെങ്കിൽ പിന്നെ ഒന്നും നടക്കില്ല. പിണറായി സർക്കാരിനൊക്കെ ചോദിക്കാതെ ഒരു മനുഷ്യ പാർട്ടിയില്ലല്ലോ, ഒതുക്കി തകർത്ത് കളഞ്ഞില്ലേ. ഇപ്പോൾ 3ാമതും പിണറായി തന്നെ വരണം എന്നാണ് സഖാക്കൾ പറയുന്നത്. ഈടോ സഖാക്കളെ, നിങ്ങൾക്കൊക്കെ പോയി തൂങ്ങിച്ചാവാൻ പാടില്ലേ? ഇത്ര അഭിമാനവും ആത്മാർത്ഥ്യം പിന്നെ ആത്മബലവും ഇല്ലാത്ത നേതാക്കളായിപ്പോയി പിണറായിക്ക് ശേഷമുള്ള നാട്ടു സഖാക്കളെല്ലാം. അല്ലെങ്കിൽ അങ്ങനെ ആക്കിയെടുത്തു. അതായത് കോൺഗ്രസ് കുറ്റാണ്. ഞാൻ മരിച്ചുപോയ ഉമ്മൻചാണ്ടി സാറ് തന്നെ പറയുന്നറിയോ, ഉമ്മൻചാണ്ടി സാറിൻ്റെ ഭരണവും ഇബ്രാഹിം കുഞ്ഞിൻ്റെ ഭരണവും കുഞ്ഞാക്കയുടെ ഭരണവും എന്തായിരുന്നു കുഴപ്പം? ഒരു കുഴപ്പമുണ്ടായില്ല. പിന്നെ എങ്ങനെയാ ഭരണം പോയി? ഇലക്ഷൻ പ്രഖ്യാപിച്ച ശേഷം 800 കടുംപെട്ട് ഇല്ലാത്ത മുരിക്കൻ പാടമൊക്കെ അല്ലേ, കരിക്കൻ പാടില്ലേ, ആലപ്പുള്ളി, അങ്ങനെ ഇല്ലാത്ത 800ഓളം കടുപെട്ട് നിയമം ഉണ്ടാക്കി. അത് ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയത്. അതിന് കാരണം എന്നറിയോ, അടുത്ത പ്രാവശ്യം കൂടി UDF വരികയാണെങ്കിൽ അന്നത്തെ കാര്യം ഇപ്പോഴത്തല്ല, അപ്പോൾ സുധീറിന് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ രമേശ് മുഖ്യമന്ത്രിയോ, ഉമ്മൻചാണ്ടി എന്ന് വെച്ചാൽ അന്ന് സരിത കേസായിട്ട് കോടിയിൽ വരാതെ കയറി ഇറങ്ങണം. അത് ബുദ്ധിമാനല്ല, ബുദ്ധി ഞാൻ പറയില്ല, പിന്നെ തന്ത്രം അല്ലെങ്കിൽ കുബുദ്ധിയുടെ ആശാനായിരുന്നു ഉമ്മൻചാണ്ടി. അതാണ് കർണാനേക്കാൾ വെട്ടുന്ന കുബുദ്ധിയാണുള്ളത്. ആ പുള്ളി ഇപ്പോൾ എനിക്ക് രക്ഷയില്ല. അതുകൊണ്ട് പിണറായി സുഖമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ ഭരണം ഏൽപ്പിക്കാം,
പക്ഷേ എന്നെ ശല്യം ചെയ്തില്ല, മരിക്കോളം ശല്യം ചെയ്തില്ല പിണറായി സഖാവ്. ആ കേസ് കൊണ്ടില്ല, ഭരണം പോയി. അല്ല ഇനി അന്നെ ഒരു പ്രാവശ്യം പോട്ടെ വെച്ച് രണ്ടാമത് കയറാൻ പറ്റുമോ? ഇനി മൂന്നാം കയറാൻ പറ്റുന്നുണ്ടോ? കയറാൻ പറ്റുകയാണെങ്കിൽ ആ ബി ഡി ജെ എസിനെയൊക്കെ എങ്ങനെയെങ്കിലും കൂടെ നിർത്തൂലേ? ആ ജോസ് കെ മാണിയെ കൂടെ നിർത്തൂലേ? മറ്റു പുറകെ CPM ഒഴിച്ച് ബാക്കി നിൽക്കുന്ന എല്ലാ പ്രസ്ഥാനം ചെറുതും വലുതായാലും കൂടെ നിർത്തണ്ടേ? അതിന് അവിടെ കേന്ദ്രത്തിൽ അങ്ങ് ചെയ്യുന്നില്ല. കേന്ദ്രത്തിൽ ഞാൻ പറഞ്ഞില്ല, രാഹുൽ ഗാന്ധി മണ്ടത്തരാണ് ചെയ്ത് മുഴുവൻ മണ്ടത്തരാണ്, ചെയ്തുകൊണ്ടിരിക്കുന്നത് മണ്ടത്തരാണ്. കാരണം ഈ കോൺഗ്രസ്സിൽ ഒരു വിഭാഗം, നല്ലൊരു വിഭാഗം BJP ചാരന്മാരാണ്. അവർ ഫണ്ട് പറ്റുന്നവരാണ്. പേര് വരെ വേണമെങ്കിൽ പറയാം, പക്ഷെ ഞാനിപ്പോൾ പറഞ്ഞതല്ല, കുറച്ച് പറ്റുന്നില്ല. അല്ലെങ്കിൽ എന്നറിയോ, BJP താഴെ ഇറക്കാനാണ് സാധ്യമായി വേണ്ടതെങ്കിൽ അന്ന് ഞാൻ വീണ്ടും പറഞ്ഞത് ജയപ്രകാശ് നാരായണൻ പറഞ്ഞൊരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല സിമ്പിളാണ്, വെരി സിമ്പിൾ, വളരെ നിസ്സാരം, ഒരു അത്ഭുതമില്ല, ഒരു അതിശയമില്ല, സിമ്പിൾ. എന്താണ്? 3ാം ക്ലാസ് കുട്ടികൾ പോലും പറയുന്നത് സിമ്പിളാണ്. എന്താണത്? ആ സിമ്പിൾ ഞാൻ ഒരു ഒറ്റ ഉദാഹരണം പറഞ്ഞുതരാം. ഈ കണക്കിൽ 3 എന്ന 2 അക്കം, അതിന് ചതുഷ്കരം 4 ചെയ്യാൻ ദശാംശമാക്കാം, ഭിന്നസംഖ്യയാക്കാം. ഉത്തരം ചെയ്യുമ്പോൾ 10 എന്ന് കിട്ടണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. 3 3 കുടിച്ച 10 കിട്ടുമോ? 3 ഹരിച്ച 10 കിട്ടുമോ? എന്നാൽ എങ്ങനെ 10 കിട്ടും? ഞാൻ ഉത്തരം കൊണ്ട് പറയാണ്. 3/0.3 = 10 ആണ്. അടിയിലൊരു കുത്ത് കിട്ടാം, അടിയിലത്തെ സംഖ്യയുടെ കൂടെ ഒരു സൈഡിൽ ഒരു കുത്ത് കിട്ടിയാൽ 0.3 ആണ്. 0.3 3 0.3 കൊണ്ട് ഗുണിച്ചാൽ ഹരിച്ചാൽ 10 കിട്ടും. സിമ്പിളാണ്. 3ാം ക്ലാസ് കുട്ടിയെ പറയും. അത് ഞാനൊരിക്കൽ ഒരു ട്യൂട്ടോറിയൽ കൂടി നടത്തിയപ്പോഴേ അവർ MSc വന്ന് അവർക്ക് ചോദ്യം കൊടുത്ത് അവരത് 3-4 പേപ്പർ തീർത്തല്ല, ഉത്തരം പറഞ്ഞില്ല. സിമ്പിളാണ്. അതുപോലെ സിമ്പിളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്താണ് സിമ്പിൾ? ഞാനൊരു സ്ഥാനം വഹിക്കില്ല. ജയപ്രകാശ് നാരായണൻ ചോദിച്ചു, ഞാനൊരു സ്ഥാനം വഹിക്കില്ല. ഓക്കെ. പിന്നെ കോൺഗ്രസ്സിനകത്ത് ബാക്കി എല്ലാവരും അതിലുണ്ടായിരിക്കും, ഉണ്ടാകണമെന്നില്ല, ഉണ്ടായിരിക്കും. അങ്ങനെ കോൺഗ്രസ് താഴെ ഇറക്കിയില്ലേ? പക്ഷെ എന്ത് ചെയ്യും? അതുപോലെ BJP താഴെ ഇറക്കാൻ ഈ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്നത് ഇന്ത്യ മുന്നണിക്ക് അങ്ങനെ ചെയ്യാത്തത്. തൊട്ടടുത്തൊടുവില്ല, ആസാംകാർ തൊടുവില്ല, ആന്ധ്രക്കാർ തൊടുവില്ല, തൊപ്പുവെച്ചാൽ തൊടുവില്ല. എന്നാൽ ശിവസേനയായിട്ട് തൊട്ട് കുഴപ്പമില്ല. ആ ശിവസേന തൊട്ടപ്പോഴും ഈ സുധീരൻ പറഞ്ഞു, സുധീരൻ ആദർശവാദി എന്ന് ഞാൻ കുറ്റപ്പെടുത്തല്ല. ഈ പ്രായം വെച്ച് അന്ന് ഗാന്ധിയുടെ യുഗമല്ലെന്ന്, യുഗം മാറി. ഇന്ന് തന്ത്രമാണ്. അല്ല, ആദർശത്തിനും വലിയ കാര്യമില്ല. ആദർശ കാര്യം ഉണ്ടായിരുന്നെങ്കിൽ സുധീരജി റിസർവ് ബാങ്കിലേക്ക് നമ്മുടെ പ്രിന്റ് ചെയ്യുന്ന പ്രസ്സിൽ നിന്ന്, നോട്ട് പ്രിന്റ് ചെയ്യുന്ന പ്രസ്സിൽ നിന്ന് 70 ലക്ഷം കോടി രൂപയിട്ട് 7,000 ലക്ഷം കോടി, വലിയൊരു എമൗണ്ടാണ്. ഞാൻ ഇപ്പോൾ കൃത്യമായി ഓർക്കാൻ എനിക്കറിയാം. അത് റിസർവ് ബാങ്കിലേക്ക് കൊടുത്തുവിട്ടിട്ട് അവിടെ എത്തിയില്ല. ആരും ഒരാൾ ചോദിച്ചപ്പോഴേ എന്താ റിസർവ് ബാങ്ക് പറഞ്ഞല്ലോ, അങ്ങനെ അയച്ചത് പക്ഷെ ഇവിടെ കിട്ടിയില്ല എന്ന്. എത്ര ലക്ഷം കോടി രൂപ വന്നിട്ട് അയച്ചിരുന്നു, പക്ഷെ ഇവിടെ കിട്ടിയില്ല. ഒരു ചോദ്യമില്ല. ഇപ്പൊ STP ആയിട്ട് ഓടിച്ചിട്ട് അടിക്കണല്ലേ, കുറച്ചവർക്ക് തെറ്റുണ്ട്. അതാണ് ഇന്നത്തെ കേന്ദ്ര ഗവൺമെന്റ്. ഇത്രയും ലക്ഷം രൂപ റിസർവ് ബാങ്കിൽ എത്തിയില്ലെങ്കിലേ അത് എന്താണിത്? അതിന് ചോദ്യമില്ല. അവർ ഗുജറാത്തിൽ ആ തുറമുഖത്ത് നിന്ന് 1.25 ലക്ഷം കോടി രൂപയുടെ ആയിട്ട് പിടിച്ച സാധനം വിലയുണ്ട്. ആ സാധനം ഇവിടെ പോയി. ഇതൊക്കെ പോട്ട് നമ്മൾ ബാങ്കിൽ കയറുമ്പോൾ 2 രൂപ വിലയുള്ള ഒരു പേരും നഷ്ടപ്പെടിക്കുമ്പോൾ അവർ ഈ ടോയിൻ അല്ലെങ്കിൽ നൂല് കെട്ടിടണ്ടല്ലേ, അല്ലെങ്കിൽ അറിയാതെ പേരെ പോക്കറ്റ് കുത്തും, കള്ളനായിട്ടില്ല, അറിയാവുന്ന അത് പോയിക്കോ. 2 രൂപയിലുള്ളൂ. അങ്ങനെ നോക്കുന്ന ബാങ്കുകൾ ഇത്രയും എമൗണ്ട് എത്തിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് നടപടി എടുത്ത്? 10,000 രൂപ കൊണ്ട് മുങ്ങി വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യക്കാരുണ്ട്. 10,000 രൂപ. അതെന്ത് ചോദ്യം ചെയ്ത്? ഇതൊക്കെ പോട്ട് നമ്മൾ യാത്ര ചെയ്ത് പോകുമ്പോൾ ചില പട്ടണങ്ങളിൽ ഫസ്റ്റ് ഫ്ലോർ അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ട്യൂബ് ലൈറ്റാണ് പാതിരക്കൊക്കെ. എന്താ പറയുക, ഏത് ബാങ്കിലായിരിക്കും. ബാങ്കിൽ കണക്ക് ടാലി ചെയ്ത് വേണം പോകാൻ. ടാലി ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ നോക്കി 12 മണിയായിട്ട് തീരുന്നില്ല. അപ്പോൾ പ്യൂണുണ്ട് ഇവർക്ക് കട്ടൻ ചായ എടുക്കാൻ, പിന്നെ കാഷ്യർ ഉണ്ട്, പിന്നെ അക്കൗണ്ടൻ്റ് ഉണ്ട്, മാനേജറുണ്ട്. 3 പോസ്റ്റാണ്. ഈ 3 പേരോട് വേണ്ടി തുറക്കുന്നത് വലിയത്. അങ്ങനെ സൂക്ഷ്മമായിട്ട് കണക്ക് നോക്കുന്ന ഇന്ത്യൻ ബാങ്കിൽ നോട്ട് നിരോധനത്തിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം ചോദിച്ചും കണക്ക് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഞാൻ ആരെയും പ്രത്യേകം കുറ്റപ്പെടുത്തല്ല. ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് നല്ലത്. ഈ രീതിയാണ് നല്ലത്. അത് മനസ്സിലാക്കാതെ. അതുപോലെ UDF കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ BDJS
ചേർക്കുന്നില്ല, ഇപ്പോഴും ശ്രമിക്കുന്നില്ല. ഈ കുഞ്ഞാക്കൊക്കെ കണ്ട് എൻ്റെ കുഞ്ഞാക്ക് നിങ്ങൾ എന്തിനാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനും മകന ഗ്രൂപ്പിനെ നിങ്ങൾ LDF പറഞ്ഞു വിട്ടത്? ഇതൊക്കെ കാണുമ്പോണ്ടോ LDF നിന്ന് സപ്പോർട്ട് കിട്ടിക്കാണെന്നാണ് ചിന്തിക്കേണ്ടി വരും. കാരണം ഭരണം കിട്ടാൻ വേണ്ടി ഇപ്പം നമ്മുടെ ചിലർ പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് പ്രതിപക്ഷത്തിലെ പല നേതാക്കൾക്കും പല കക്ഷികൾക്കും കോടികൾ കിട്ടുന്നുണ്ട്. പക്ഷേ അതാണ് BJP മാറണമെന്നും അവർക്ക് ആഗ്രഹമില്ല. അവർക്ക് കാശ് കിട്ടിയാൽ പോരെ. ഇപ്പം നമ്മളൊരു ബിസിനസ് ചെയ്ത് 10 രൂപ ലാഭം കിട്ടുന്നു, ഒരാളൊന്ന് 20 രൂപ നമ്മളത് സപ്പോർട്ട് ചെയ്യില്ലേ? അപ്പോൾ നിങ്ങൾ ഈ 5 കൊല്ലം ഭരിച്ചാൽ എന്ത് കിട്ടും? ഇത്ര ഒരു കോടി അത് കിട്ടിയെന്ന് വെക്കാം. അപ്പോൾ തുണി തന്നെ മീൻ പിടിക്കാൻ പാടില്ലേ? അതൊരു കേരളത്തിലും സംശയിച്ചു പോവുകയാണ്. കാരണം മനഃശാസ്ത്രമൊക്കെ അറിയുന്ന കുട്ടികളുള്ള നാട്ടിൽ സംശയിച്ചു പോകണം. അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് നമ്മുടെ ജോസ് കെ മാണി അങ്ങോട്ട് വിട്ട്, എന്തുകൊണ്ട് അറബിക് സർവകലാശാല തുടങ്ങിയില്ല? അത് എതിർത്തു. ഇതൊക്കെ ചോദ്യം, ഉത്തരം കൊടുക്കേണ്ട ചോദ്യങ്ങൾ അതൊക്കെ. ഇപ്പം എന്തുകൊണ്ട് VD ജയശ്രീ UDF എടുക്കാൻ ശ്രമിക്കുന്നില്ല? മറ്റ് പെണിയിക്കുന്ന കൊച്ചു കൊച്ചു പാർട്ടികൾ നിങ്ങൾ സംഘടിപ്പിച്ച് വലുതാക്കാൻ നോക്കുന്നില്ല? ഇപ്പോൾ നിങ്ങൾക്ക് അന്ധമായ ഒരു വിചാരമുണ്ട്. ആ വിചാരമാണ് കഴിഞ്ഞ ടൈം തെറ്റിയത്. ഒരു ടൈം പോയി 2 ടൈം ഉറപ്പാണ് ഭരണം മാറും എന്നൊരു വിശ്വാസം ഉണ്ടായി. ആ വിശ്വാസം നിങ്ങൾ തോൽപ്പിച്ചത്. ഇപ്പോഴും പറയും 3ാമത് എങ്ങനെ മാറും? അങ്ങനെ മാറാനുള്ള സാധ്യതയല്ല കാണുന്നത് നിങ്ങൾ ഈ പോക്കുകൊണ്ട്. UDF പോക്ക് തെറ്റാണ്. ഇന്ത്യ കേന്ദ്രത്തിലാണെങ്കിൽ പ്രതിപക്ഷ പോക്ക് തെറ്റാണ്. ഞാൻ പ്രതിപക്ഷത്തിന് കാര്യം പറഞ്ഞല്ലോ, അത്രയും 10-30 പാർട്ടിയുള്ളതിൽ പ്രതിപക്ഷ നേതാവായിട്ട് കോൺഗ്രസ് എടുത്തെങ്കിൽ അടുത്ത ഉപനേതാവ് കൊടുക്കേണ്ട ആർക്കാണ്? ഏറ്റവും കൂടുതൽ സീറ്റുകൾ 2ാം കക്ഷിക്കല്ലേ അത് കൊടുക്കുക. അതും കോൺഗ്രസ് തന്നെ കൊടുത്തില്ലേ? എന്ത് മുന്നണി സമ്പ്രദായമാണ് ഇപ്പം? എന്ത് മുന്നണി സമ്പ്രദായത്? ഒരു മുന്നണിയെ നയിക്കേണ്ട രീതി അത് വലിയൊരു അറിവാണ്, വലിയൊരു പ്രാക്ടിക്കൽ നോളജാണ്. ആ അറിവ് ഇന്ത്യ മുന്നണിക്കോ ഇന്ത്യ മുന്നിലെ ഘടകകക്ഷി പാർട്ടികൾക്കോ ഇല്ലെന്ന് പറയും. പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾ പറഞ്ഞ തമിഴ്നാട്ടിൽ സ്റ്റാലിൻ്റെ മുന്നണി ഉണ്ടല്ലോ. കെട്ടിവെച്ച കാശ് കിട്ടാത്ത ആൾക്കാർ അവരെ പോലെ നിന്ന് ജയിപ്പിച്ചിട്ടുണ്ട് സ്റ്റാലിൻ. എന്താ കാരണം? മുന്നണി സഭതാകുമ്പോൾ നമ്മൾ കുറേയൊക്കെ നഷ്ടപ്പെടണം, അത് കൂട്ടു നിർത്തണം. അത് കോൺഗ്രസ് ഉണ്ടോ? ഇപ്പം ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ കോൺഗ്രസ് അല്ലേ? ഇപ്പം എന്ത് CPM പരാതിരോ? ഡൽഹിയിൽ BJP ഭരണം കയറ്റി കോൺഗ്രസ് ആണെന്ന് പറഞ്ഞാൽ ഒരു പരിധി ചോദിച്ച് ശരിയല്ലേ? ആ കോൺഗ്രസും ആം ആദ്മി പാർട്ടി ധാരണയുണ്ടായതെങ്കിൽ BJP ഇത് ഡൽഹി ഭരിക്കുമോ? അപ്പോൾ CPM ചിലർ പറയും പോലെ പുറമേ പറയാണ്. വാസ്തവത്തിൽ BJP താഴെ ഇറക്കണമെന്നോ അല്ലെങ്കിൽ BJP ഭരണത്തിൽ വരുന്നോ ചിന്ത കോൺഗ്രസ് പ്രതിപക്ഷ പാർട്ടികളിൽ പലർക്കും ഇല്ല. എല്ലാവരും ഞാൻ പറയുന്നില്ല, പലർക്കും ഇല്ല. രാഹുൽ അത് ഫിറ്റുമല്ല. രാഹുൽ ഒരു നിലയ്ക്കും രാഹുൽ ഫിറ്റായിരുന്നെങ്കിൽ രാഹുലിനെ ചുംബിച്ചൊരു പെൺകുട്ടിയില്ലേ ഉണ്ടല്ലോ, ആ കുട്ടിയെ വെട്ടി നുറുക്കി കഷ്ണങ്ങളൊക്കെ ഇട്ട് ഭർത്താവെന്നാണ്. 22 വയസ്സുള്ളൂ. കുറേ നാൾ രാഹുലിൻ്റെ കൂടെയായിരുന്നു ഈ യാത്രയിൽ. അപ്പോൾ സംശയത്തെ പേര് വെട്ടി നുറുക്കിക്കൊണ്ട് ഒരക്ഷം കോൺഗ്രസ് വേണ്ടിയോ രാഹുൽ വേണ്ടിയോ കോൺഗ്രസ് വേണ്ടിയോ ഒരു അനുശോചനം രേഖപ്പെടുത്തിയോ? ഇതൊക്കെ പോട്ടെ. മറ്റേ രാജസ്ഥാനിൽ പ്രസവിച്ചിട്ട് 1 മാസം മാത്രം പ്രായമുള്ള ഒരു പെണ്ണില്ലേ കോൺഗ്രസ് ഭരിച്ചല്ലേ? കോൺഗ്രസ് പ്രതിപക്ഷല്ലേ? ആ കോൺഗ്രസ് എന്ത് തീരുമാനമെടുത്ത്, എന്ത് നടപടിയെടുത്ത്, എന്ത് പ്രതിഷേധം ഉണ്ടാക്കി? അവിടെ നമ്മുടെ CPM ആ പെണ്ണ് ആ വനിത പോയി അവർ പലയിടത്തും പോകുന്നുണ്ട്. എന്തെങ്കിലും ആകട്ടെ, കോൺഗ്രസ് എന്ത് നിലപാടെടുത്ത്? അത് നമ്മൾ ജെഫ്രി മരിച്ച് എൻ്റെ വാർഷികം പറ്റായിരുന്നത് ഒരക്ഷം വേണ്ടിയോ? അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞത്? 12% മുസ്ലിങ്ങൾ ഗുജറാത്തിൽ മുസ്ലിങ്ങൾ വിവാഹിച്ചാൽ ഹിന്ദുക്കൾ പോകും, ഭരണം പോകും. എന്നിട്ട് ഇപ്പോൾ ഭരണം ഇവിടെ 40% ആസാമിൽ ഭരിച്ചാൽ അത് ഹിന്ദുക്കൾ 60% പോകും. ഇവിടെ നാണം കെട്ട് കോൺഗ്രസ് നേതാക്കളെ, രാഹുൽ ഗാന്ധി, പ്രിയങ്കയ്ക്ക് നിങ്ങൾ ഇനി എങ്ങനെയാണ് ഈ കത്തോലിക്ക കോൺഗ്രസ് നിങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തിന് BJP താഴെ ഇറക്കാൻ പോകുന്നത്? ആരുടെ സപ്പോർട്ട് കൊണ്ടാണ്? 20% വരുന്ന N ബ്ലോക്ക് മുസ്ലിം സപ്പോർട്ടിൽ നിങ്ങൾക്ക് N ബ്ലോക്ക് അല്ലെങ്കിൽ ലോട്ടറി കിട്ടിയല്ലേ, ബോണസ് കിട്ടുന്നില്ല. ഇത് പണിയെടുക്കുക കിട്ടുന്ന ബോണസ് അങ്ങനെ കിട്ടിയ 20% വോട്ട്. ആ 20% വോട്ട് കിട്ടിയ ഈ കോൺഗ്രസ്, ഈ രാഹുൽ ഗാന്ധി, ഈ അന്തോണിയും, ഞാൻ പറയുന്നത് എന്താണോ ഈ സമുദായത്തെ നിങ്ങൾ പരിഗണിക്കാത്തത്? ഇപ്പോൾ നമ്മൾ ഈ പോക്സോ കേസ് ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും. പോക്സോ കേസിനെ കുറിച്ച് ഇന്ന്
പോലീസും കോടതിയും മറ്റേ സർക്കാരൊക്കെ ഒരു അറിയിപ്പണതയോ പോലീസ് സ്റ്റേഷനിൽ കേസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സത്യം അറിയാതെ നിങ്ങൾ ശിക്ഷ എടുക്കുക അല്ലെങ്കിൽ മുൻകൈ എടുക്കരുത്. രണ്ട് കൂട്ടം അഭിപ്രായം കേൾക്കണം. ഇത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. എന്താണ്? പോലീസ് നിങ്ങളുടെ കേസിൽ കോടതി കുറ്റവാളിയാണെന്ന് പ്രഖ്യാപിക്കുന്നതുവരെയും ആ വാർത്ത കൊടുക്കരുത്. നിങ്ങൾ കേസ് നടത്തിക്കോ അന്വേഷണം നടത്തിക്കോ കുഴപ്പമൊന്നുമില്ല, റിസൾട്ട് പുറത്തു പോരുത്, ആളുടെ പേരൊന്നും പോരുത്. കോടതി പ്രഖ്യാപിക്കുകയാണ്, അതിൽ വീഴ്ചയുള്ളത് വേറെ കാര്യം, അത് വേറെ റെയർ കേസാണ്. പ്രഖ്യാപിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കൊടുത്തോ. ഇത് എന്തിൽ കേൾക്കുമ്പോഴേക്കും നിങ്ങൾ പോക്സോ കേസ് കേൾക്കുമ്പോഴേക്കും നിങ്ങൾ പത്രത്തിൽ വാർത്ത കൊടുക്കുക. അതല്ലേ ഇപ്പോൾ ചിലവാകുന്നത്, സെക്സാണ് ചിലവുള്ളൂ. ഇപ്പോൾ ആൾക്കാർക്ക് തീൻമേശ ഭക്ഷണമേശ ഇത് തിന്നണമെങ്കിലും വീഡിയോയിൽ സെക്സ് കാണണം. അങ്ങനെ ആക്കിയെടുത്തു ജനങ്ങളെ. അല്ല ഇപ്പോൾ 1.5 വയസ്സുള്ള പെൺകുട്ടി 35 വയസ്സുള്ള അമ്മയായിട്ട് പിന്നെ പോക്സോ കേസിൽ ഉൾപ്പെടുത്തി ഹരാസ് ചെയ്തിട്ട് കൊടുത്തപ്പോൾ അവനെയൊക്കെ തല്ലിക്കൊല്ലേണ്ട ആ കേസ് കൊടുത്ത ഭർത്താവിനെയൊക്കെ കോടതി പറഞ്ഞു. കോടതി വളരെ വ്യക്തമായിട്ട്, കോടതി അല്ലെങ്കിൽ ചില സമയങ്ങളിൽ വളരെ വ്യക്തമാണ്. അതായത് അന്വേഷണത്തിൽ ഇത് ശരിയല്ലെങ്കിൽ നിങ്ങൾ അകത്തിടുന്ന് പറഞ്ഞു കോടതി. അന്വേഷണം വരിക. അപ്പോൾ അവരും വലിയ തർക്കോടെ അത് ജയിക്കാൻ വേണ്ടിയാണ്. എവിടെ എത്തി നമ്മുടെ രാജ്യം? 10 വയസ്സുള്ള പെങ്ങൾക്ക് 12 വയസ്സുള്ള ആൺകുട്ടി കഞ്ചാവ് അല്ലെങ്കിൽ ലഹരി കൊടുത്തിട്ട് നശിപ്പിച്ചു എന്ന് പറയുമ്പോഴേ ഇനി എന്താ കണ്ണുള്ളതൊക്കെ? ഞാൻ പോലീസോട് റിക്വസ്റ്റ് പറയണം. ഞങ്ങൾ പോലീസ് പോഴ്ത്തിപ്പന്ന് കൂട്ടുക, അല്ലാതെ ഒരിക്കലും ഇകഴ്ത്തിപ്പന്നല്ല. അവർ മനുഷ്യരാണ്, അവർക്ക് അവരെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. നിങ്ങൾ ഒരു ഈ ഹെൽമെറ്റ് വേട്ടൊന്ന് പതുക്കെ കുറച്ചിട്ട് ചരസ് വേട്ട പിടിക്കുക. എന്നിപ്പോൾ ആരോ പറഞ്ഞിട്ടുണ്ടത്. ഇപ്പം നിങ്ങൾ പണി മുഴുവൻ രാവിലെ അറിയിക്കാം, പോലീസ് വരിക, കുളിച്ച് ഒരു 11 മണിയാകുമ്പോൾ ഒരു 10-10 ആകുമ്പോൾ ഇറങ്ങും, ഒരു 1 മണി വരെ നിൽക്കും, ഹെൽമെറ്റ് വേട്ട, ഒരു 10 കാശ് കിട്ടും, പോകും. പിന്നെ ഒരു 4 മണി കുളിച്ച് വെയിലൊക്കെ ഇറങ്ങുമ്പോൾ 4 മണിക്ക് തെരുവിൽ ഇറങ്ങും, വളവിൽ നിൽക്കും, ഹെൽമെറ്റ് ഇട്ട് നോക്കും, കുടിക്കും, കാശുണ്ടാക്കും, കുറച്ച് സർക്കാർ. അത് മാറ്റിവെച്ച് നിങ്ങൾ കുറച്ചുകൂടി ഗൗരവത്തിൽ ഈ മയക്കുമരുന്നിനൊക്കെ ഇറങ്ങുക. മുഖം നോക്കാതെ ആര് ചെയ്താലും അത് അവിടെ നിങ്ങൾ പോക്സ് പോലെ പറ്റിക്കാൻ വേണ്ടി ചെയ്ത കേസുണ്ട്. അറിയാലോ, തൃശ്ശൂർ ഒരു സ്ഥാപനം നടത്തിയ ആൾ അവൻ്റെ കാമുവിനോ പഴയത് ബന്ധുവായിട്ട് കയറ്റി വെച്ചൊക്കെ അവിടെ നിങ്ങൾ അന്വേഷിക്കാതെ ഇത് യഥാർത്ഥമാണല്ലോ. അതിലും ഒരുപടി ചതിവ് കൊടുക്കുന്നുണ്ട്. നിരപരാധിയായ പലരും ഇത് കയറ്റി ഗൾഫിൽ പോയിട്ട് തൂക്കിക്കൊന്ന കേസുണ്ട്. അവന് ഏറവും പിടിച്ചു. അവിടെ ഏറവും പിടിച്ചാൽ ഇത് ഇങ്ങനെയൊന്നുമില്ല, അങ്ങനെ വെട്ടുകളെ കൊന്നുകളയാണ്. അതൊരു കാര്യം ഞാൻ നിർത്തിയേക്കാം. അതായത് സൗദി അറേബ്യയിലെ അത് ഫൈസൽ രാജാവിൻ്റെ അടുത്ത് ഒരു ബ്രിട്ടീഷ് പത്രപ്രവർത്തകൻ ചോദിച്ചു, നിങ്ങളുടെ നാട്ടിൽ കൊലയാണല്ലോ, അതൊരു പാവമല്ല, തെറ്റല്ലത്. അപ്പോൾ അദ്ദേഹം ചോദിച്ചത് ഇതുണ്ട്, എടോ ഞങ്ങളുടെ നാട്ടിൽ കൊലയാണെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ ഒരു കൊല്ലം നടക്കുന്ന 4 കൊലപാതക. ഞാൻ പറഞ്ഞ് 15 വർഷം 30 ഇപ്പോഴല്ല. അത് നിങ്ങളുടെ നാട്ടിൽ ഒരു മിനിറ്റിൽ 4 വെച്ച് നടക്കണല്ലേ, തോക്ക് ലൈസൻസ് എടുത്തൊക്കെയല്ലേ, അടുക്കാച്ചുകളല്ലേ. അപ്പോൾ ശിക്ഷ വേണം, അത് സംശയമില്ല. ഇതിപ്പോൾ കോടതിയിലും പോലീസിലൊന്നും ആർക്കൊരു വിലയില്ല, പേടിയില്ല. പണ്ട് പോലീസാന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യർ മൂത്രമൊഴിക്കും, അങ്ങനെ വേണം. പക്ഷെ ഇതിപ്പോൾ പോലീസ് ചോദിക്കില്ല. അതായത് ചാരിത്ര ശുദ്ധിയിൽ വിശ്വാസമുള്ള ഒരു വനിത റോഡിൽ നടന്നു പോയാൽ ഒരു പുരുഷനും ഒരു റോഷനും നോക്കൂല. വലിയ ഫിലോസഫിയാണ്. ചാരിത്ര ശുദ്ധി അവളുടെ ചാരിത്രത്തിൽ വിശ്വാസമുള്ള മാന്യമായിട്ട് വസ്ത്രം ധരിച്ച് റോഡ് നടന്നു പോകുന്ന ഒരു വനിതയെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ഒരു പുരുഷനും ഒന്നിൽ കൂടി നോക്കൂല. ഇന്നും എങ്ങനെയാണ് ഈ പരമാവധി പുറത്ത് കാണിച്ചിട്ടല്ലേ പോകുന്നത്. എന്നെ അവിടെ നോക്കട്ടെ എന്നുള്ള പോകരുത്. അപ്പോൾ ആത്മാർത്ഥയോടെ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താണ്. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.